ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഊത്തപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം നോക്കാം. റവ, മൈദ, തൈര്, പിന്നെ ബ്രെഡ്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഊത്തപ്പത്തിൻ്റെ മുകളിൽ ചേർക്കാനായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ, റവ, തൈര്, പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മാവായിട്ട് അരച്ചെടുക്കുന്നു. ഇപ്പൊ ഞാനൊരു 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. ബാക്കി വെള്ളം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചേർക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൈരും വെള്ളവും ബ്രെഡിൽ നല്ലതായിട്ട് ചേർത്തിട്ട് കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ട് പിന്നെ അത് മിക്സിയിലിട്ടിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസിലൂടെ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ മാവ് റെഡിയാണ്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചേർക്കാനുള്ള പച്ചക്കറിയൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചുറ്റി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഊത്തപ്പം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഊത്തപ്പം കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്നി അല്ലെങ്കിൽ ഇഡ്ഡലി പൊടിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.